ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സെക്കൻഡ് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ നെക്സ്റ്റ് കിങ്ഡമായ കിങ്ഡം ഫഞ്ചൈ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി പ്രോട്ടിസ്റ്റ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി ചെന്ന് കാണുക. അത് കഴിഞ്ഞ ശേഷം കിങ്ഡം ഫഞ്ചൈ കാണുക. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. കിങ്ഡം ഫഞ്ചൈ എങ്ങനെയൊക്കെയാണ് അതിന്റെ ജീവിതങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പോർഷൻ ആണെന്ന്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനൊന്നും പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ കിങ്ഡം ഫ്രൂട്ടിസ്റ്റ ആർക്കും ഒരു ഡൗട്ട് ഇല്ല എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു വിശ്വാസത്തോടെ ഞാൻ കിങ്ഡം ഫഞ്ചൈയിലേക്ക് പോവുകയാണ്. സോ കിങ്ഡം ഫഞ്ചൈ ഫസ്റ്റ് സെന്റൻസ് നോക്കുക. ദ ഫഞ്ചൈ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ യുണീക് കിങ്ഡം ഓഫ് ദ ഹെറ്ററോട്രോപിക് ഓർഗാനിസം. ആദ്യം തന്നെ ഞാൻ പറയാൻ പോവുകയാണ്. നമ്മൾ പ്രോട്ടിസ്റ്റ പഠിച്ചു വന്നു. പ്രോട്ടിസ്റ്റ പഠിച്ചപ്പോ ഫസ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാരില്ലേ, ഡൈനോഫ്ലാജിലേറ്റ്സ്, ക്രൈസോഫൈറ്റ്സ്, അവരൊക്കെ എന്തായിരുന്നു? ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു. പിന്നെ താഴോട്ട് വന്നപ്പോഴത്തേന് സ്പോറോസോവൻസ് വരെ എത്തി. അവരെന്താണ്? ഹെറ്ററോട്രോപിക് ആയിട്ട് മാറി. അതായത് സാപ്രോഫൈറ്റിക് ഓർഗാനിസം ഒക്കെ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലോട്ട് മാറാൻ തുടങ്ങി. ഫഞ്ചൈ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഫഞ്ചൈ സാപ്രോഫൈറ്റ്സുകളാണ്. അതായത് ഒന്നുകിൽ ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരിൽ നിന്ന് ഫുഡ് കഴിക്കുകയോ ചെയ്യുന്ന ജീവികളാണ് ഫഞ്ചൈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അതാണ് ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. നെക്സ്റ്റ്, ദ ഷോ എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റേറ്റ്. അതായത് അവർക്ക് പല വ്യത്യസ്ത തരത്തിലുള്ള രൂപമാറ്റങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ അവർ ജീവിക്കുന്ന സ്ഥലങ്ങൾ, അതെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് അവർക്ക് പല ഫഞ്ചൈക്കും പല സ്ഥലത്തും ജീവിക്കാനുള്ള കഴിവുകളുണ്ട്. അതാണ് ആ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. When your bread develops in a mold or your orange rods, it is because of fungi. അതായത് നമ്മൾ കടയിൽ നിന്ന് ബ്രെഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കുറെ നാൾ കഴിയുമ്പോഴത്തേന് അതിൽ നിന്ന് സ്പോർട്സുകളൊക്കെ വരുന്ന കാണാൻ പറ്റത്തില്ലേ? സ്പോർട്സ്, SPORTS അല്ല കേട്ടോ, സ്പോർട്സ്, ചെറിയ സ്പോർട്സുകൾ വരുന്നത് ഈ ഫഞ്ചൈ കാരണമാണ്. അപ്പൊ അത് എല്ലാവരും നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ദ കോമൺ മഷ്റൂം ഈസ് യു ഈറ്റ് ആൻഡ് ടോഡ്സ്റ്റോൾസ് ആർ ഓൾസോ ഫഞ്ചൈ. അതായത് നമ്മൾ കഴിക്കുന്ന മഷ്റൂംസിന്റെ ശരിക്കുള്ള പേര് അഗാരിക്കസ്. നമ്മൾ ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ. അപ്പൊ ഈ മഷ്റൂം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടോഡ്സ്റ്റോൾസ്, അത് പോയിസണസ് ഫഞ്ചൈ ആണ്. ഇതൊക്കെ ഫഞ്ചൈ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈറ്റ് സ്പോട്ട്സ് സീൻ ഓൺ ദ മസ്റ്റാർഡ് ലീവ്സ് ആർ ഡ്യൂ ടു പാരസൈറ്റിക് ഫംഗസ്. അതായത് മസ്റ്റാർഡിലുള്ള വൈറ്റ് സ്പോട്ട്സുകൾ നമ്മൾ കാണുന്നത് പാരസൈറ്റിക് ഫംഗസ് ആണ് അതുണ്ടാക്കുന്നതെന്നാണ്. ഞാൻ ഈ ഒരു സെന്റൻസ് എടുത്ത് പറയുന്നത് ഇത് എൻട്രൻസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതൊക്കെ ചിലപ്പോ ട്രൂ ഓർ ഫോൾസിൽ വരാം, ചിലപ്പോ ഏതെങ്കിലും നെയിം വിട്ടിട്ട്, അതായത് ഇനി നമ്മൾ പറയുന്നുണ്ട് ഓരോ ഫഞ്ചൈയുടെ നെയിമുകൾ ചോദിച്ചുകൊണ്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത് ഈ സെന്റൻസ് ആയിട്ട് തന്നെ. Some unicellular fungi, example yeast, are used to make bread and beer. ഇത് അതായത് മിക്കതല്ല മോസ്റ്റ് ഫഞ്ചൈസും അവരെല്ലാവരും മൾട്ടി സെല്ലുലാർ ആണ്. ഒരു എക്സെപ്ഷൻ മാത്രമേ നമ്മൾ NCERT നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. അത് ഈസ്റ്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് പോയിന്റ് ആണ്. ആകെയുള്ള നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു യൂണിസെല്ലുലാർ ഫഞ്ചൈ എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്. ബാക്കി എല്ലാവരും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പൊ ഈ ഈസ്റ്റ് നമ്മൾ ബ്രെഡും ബിയറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സക്കാരോമൈസിസ് സെർവീസിയ നമ്മൾ +2 അത് പഠിക്കും. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ചാപ്റ്ററിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും അടിച്ചാൽ മതി. അതായത് ഈസ്റ്റ് ആണ് ബ്രെഡും ബിയറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത സെന്റൻസ് നോക്കാം. അതർ ഫഞ്ചൈ കോസസ് ഡിസീസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അങ്ങനെ ഒരുപാട് ഫഞ്ചൈസ് നമ്മുടെ പ്ലാന്റ്സിനും അനിമൽസിലും ഒക്കെ ഡിസീസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മൾ ഇനി തുടർച്ചയായിട്ട് നമ്മൾ ഇനി താഴോട്ട് പോകുമ്പോഴത്തേനും പഠിക്കും. സോ നെക്സ്റ്റ്, വീറ്റ് റസ്റ്റ് കാസിംഗ് പക്സീനിയ ഈസ് ആൻ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. ഇത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് ആണ്. പക്സീനിയ, അതായത് വീറ്റിൽ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന പക്സീനിയ വെറൈറ്റീസ്. അത് നമുക്ക് എൻട്രൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വീറ്റ് റസ്റ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? അപ്പോൾ പക്സീനിയ എന്നുള്ള വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. സം ആർ ദ സോഴ്സസ് ഓഫ് ആന്റിബയോട്ടിക്സ് ഓൾസോ. അതായത് നമ്മളിപ്പോൾ കുറച്ച് യൂസസ് പഠിച്ചു. അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലുള്ള യൂസസുകളാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസും ഉണ്ടെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്ന ഫംഗസുകളും ഉണ്ട്. അതായത് നമ്മൾ ആ ഫംഗസിൽ നിന്നാണ് ആന്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പെൻസിലിയം അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിലിൻ. ആ പെൻസിലിയം എന്ന് പറയുന്നത് ഒരു ഫംഗയാണ്. Fungi are cosmopolitan and occur in air, water, soil and on animals and plants. കോസ്മോപൊളിറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് എല്ലാ സ്ഥലത്തും എല്ലാ അറ്റ്മോസ്ഫിയറിലായിക്കോട്ടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റും. അവർ എയറിലുണ്ടാവും, സോയിലുണ്ടാവും, വാട്ടറിലുണ്ടാവും. അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. ദേ പ്രിഫർ ടു ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. അതായത് അവർക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ജീവിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അവർ കൂടുതലും ജീവിക്കുന്നത് ഹ്യൂമിഡ് പ്ലേസിലാണ്, വാം ഹ്യൂമിഡ് പ്ലേസുകളിലാണ് അവർ ജീവിക്കുന്നത്. സോ നെക്സ്റ്റ്, വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റ് വിച്ച് ആർ യൂണിസെല്ലുലർ, ഫംജൈ ആർ ഫിലമെന്റസ്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഫംജയുടെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് NCERT ഞാൻ വായിച്ചു പറഞ്ഞുതരാം. ഫംഗൈക്ക് സെൽ വാൾ ഉണ്ട്. ഈ പ്ലാന്റ്സിൽ നമ്മൾ സെൽ വാൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫംജൈ വരുമ്പോൾ ഫംജയുടെ സെൽ വാൾ കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കൈറ്റിനെ നമ്മൾ ഇനിയിപ്പോൾ വിശദമായിട്ട് ആ കെമിക്കൽ മോളിക്യൂൾസിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ബയോമോളിക്യൂൾസിനകത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് അറിയുക, ഫംജയുടെ സെൽ വാള് കൈറ്റിൻ അതുപോലെ പോളിസാക്രൈഡ്സ് ഇവ രണ്ടും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിലമെന്റസ് ആയിരിക്കും. ജസ്റ്റ് ഒരു ഹെയർ ലൈക്ക് ലോങ് സ്ലെൻഡർ സ്ട്രക്ചർ ആയിരിക്കും ഇവരുടെ ആ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഫ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഹെയർ ലൈക്ക് സ്ലെൻഡർ ലോങ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹൈഫ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഹൈഫേ ചേർന്ന് ഉണ്ടാകുന്നതാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. അതായത് ഒരു നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ, അതിനെ നമ്മൾ മൈസീലിയം എന്ന് വിളിക്കുന്നു. ഇനി ഈ ഹൈഫയുടെ അകത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ ഹൈഫയ്ക്ക് അകത്ത് നമ്മൾ സാധാരണ ന്യൂക്ലിയസ് ആണ് കാണുന്നത്. ഈ ന്യൂക്ലിയസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ചില ആൾക്കാരിൽ ഒരുപാട് ഒന്നിൽ കൂടുതൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും ഇവരുടെ ഹൈഫ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹൈഫേനെ നമ്മൾ പറയുന്നത് സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ ഉള്ള ഹൈഫേസിനെ നമ്മൾ സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയും. എന്നാൽ ചില ആൾക്കാരിൽ, ചില ഫംഗസിൽ ഈ ഓരോ ഹൈഫയിൽ തന്നെ ഓരോ ന്യൂക്ലിയസിന്റെ ഇടയ്ക്കും സെപ്റ്റ ഫോം ചെയ്യും. സെപ്റ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മതിലുണ്ടാകും, അല്ലെങ്കിൽ ക്രോസ് വാൾസ് ഉണ്ടാകും. അവരുടെ എന്ന് പറയുന്നത് അവർ യൂണി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. അതായത് ഒന്നിൽ കൂടുതൽ ഇല്ല അവർക്ക്. അതായത് ഓരോ ന്യൂക്ലിയസിന്റെ ചുറ്റും ഓരോ സെപ്റ്റംസ് ഫോം ചെയ്യും. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആ ഒരു പാരഗ്രാഫ്. ഞാൻ ഇനി വായിച്ചു തരാം. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റ് വിച്ച് ആർ യൂണിസെല്ലുലർ, ഫംജൈ ആർ ഫിലമെന്റസ്. Their bodies consist of long, slender, thread-like structure called hyphae. ഞാൻ പറഞ്ഞ കാര്യം. The network of hyphae is known as mycelium. Some hyphae are continuous tubes filled with multi-nucleated cytoplasm. These are called cenocytic hyphae. മനസ്സിലായല്ലോ. അതായത് ഇവർക്ക് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് അവരുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഉണ്ടാകും. അവരെ വിളിക്കുന്ന പേരാണ് cenocytic hyphae. Others have septae or cross walls in their hyphae. The cell walls of fungi are composed of chitin and polysaccharides. അപ്പോൾ നമ്മൾ ഫംഗസിന്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ഭക്ഷണ രീതിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മോസ്റ്റ് ഫംഗൈ ആർ ഹെറ്ററോട്രോപിക് ആൻഡ് അബ്സോർബ് സോലുബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ് ആൻഡ് ഹെൻസ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. ഇവിടെ നമുക്ക് ഒരു നമ്മുടെ ബോർഡ് എക്സാമിന് ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എൻട്രൻസിന്റെ ഒരു ക്വസ്റ്റ്യനും വരുന്നതാണ്. കാര്യം ഇതൊരു ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ സാപ്രോഫൈറ്റ്സ്. അതുപോലെ തന്നെ ഒരു എൻട്രൻസ് ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ സാപ്രോഫൈറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മരിച്ചുപോയ വസ്തുക്കളിൽ അല്ലെങ്കിൽ ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് ഭക്ഷണത്തിനെ എടുക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണമാക്കുന്ന ആ ഓർഗാനിസം ഫംജൈനെ എല്ലാം നമ്മൾ സാപ്രോഫൈറ്റ്സുകൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. Those that depend on living plants and animals are called parasites. അതായത് മരിച്ചവരിൽ നിന്ന് ഭക്ഷണം എടുക്കുന്ന, അവരെ ഭക്ഷണമാക്കി യൂസ് ചെയ്യുന്ന ഫംഗസിന് നമ്മൾ സാപ്രോഫൈറ്റ്സ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സോ അനിമൽസോ അവരിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തുന്നവരെ നമ്മൾ പാരസൈറ്റ്സുകൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ സാപ്രോഫൈറ്റ്സും പാരസൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ദേ ക്യാൻ ഓൾസോ ലീവ് എ സിംബയോൺസ്. അവർക്ക് സിംബയോൺസ് ആയിട്ട് ലീവ് ചെയ്യാൻ പറ്റും. എന്താണ് സിംബയോൺസ്? സിംബയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാരും അഡ്ജസ്റ്റ് ചെയ്ത് മ്യൂച്വൽ ഹെൽപ്പോടെ ജീവിക്കുന്നതിനെയാണ് നമ്മൾ സിംബയോൺസ് അല്ലെങ്കിൽ സിംബയോട്ടിസം എന്ന് പറയുന്നത്. സോ ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗേ, അതായത് ആൽഗയും ഫംഗസും തമ്മിലുള്ള ഒരു സിംബയോൺ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. ഇവിടെ ആൽഗേ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാം ഫംഗസിന് കൊടുക്കുന്നുണ്ട്. പകരം ഫംഗസ് തിരിച്ചൊരു റിവാർഡായിട്ട് ആൽഗയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ സിംബയോൺസ് എന്ന് പറയുന്നത്. സോ ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗേ ആണെങ്കിൽ അത് ലൈക്കൺസ് എന്ന് പറയും. ആൻഡ് വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, അതായത് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സുമായിട്ട് ഈ ഫംഗസ് ചേർന്ന് ജീവിക്കുമ്പോൾ പേടിച്ചുപോയി, ഒരു കാക്കയായിരുന്നു, പേടിച്ചുപോയി. അപ്പോൾ റൂട്ട്സുമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോൾ അതിനെ നമ്മൾ മൈക്കോറൈസ എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ. നെക്സ്റ്റ്,
ഇനി ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ്: വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇങ്ങനെ 3 ടൈപ്സുകളാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനകത്ത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിംഗ് ആൻഡ് ഫിഷൻ. അപ്പോൾ എന്താണ് ഫ്രാഗ്മെന്റേഷൻ? ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി, അതായത് ഒരു ഹൈഫേ തന്നെ മനസ്സിൽ വിചാരിക്കാം. ഈ ഹൈഫേ പകുതി ഇങ്ങനെയായിട്ട് മുറിഞ്ഞു പോകുന്നു. ഈ ഓരോ മുറിഞ്ഞു പോയ പോർഷൻസും ഒരു പുതിയ ഫംഗയായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നു. അതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഫേ ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ജസ്റ്റ് ഒരു ഗ്രോത്ത് വരുന്നു, ഒരു ഔട്ട് ഗ്രോത്ത് വരുന്നു. അത് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് പോയിട്ട് അതൊരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. അതാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് വഴിയാണ് അസെക്ഷുവൽ സ്പോർട്സുകൾ ഉണ്ടാക്കുന്നുണ്ട് ഫംഗസ്. ആ സ്പോർട്സുകൾ വഴിയാണ് അവർ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ അസെക്ഷുവൽ സ്പോർട്സിന്റെ എക്സാമ്പിൾ അതൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. കൊണീഡിയ, സ്പോറാൻജിയോസ്പോർസ് ആൻഡ് സുവോസ്പോർസ്. ഇത് ആരൊക്കെയാണ് ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള പോർഷനിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്തുള്ളത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതിനകത്ത് സ്പോർട്സ് തന്നെയാണ്. ആ സ്പോർട്സിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെക്കണം: ഓസ്പോർസ്, അസ്കോസ്പോർസ് ആൻഡ് ബെസിഡിയോസ്പോർസ്. ഇതും ആരാണ് ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ ഇനി ഓരോ ഫംജൈ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ എങ്ങനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്നുള്ളത് 3 ഫേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഫംഗസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് 3 ഫേസിലൂടെയാണ്. ഒന്ന് ഫസ്റ്റ് ഫേസ് പ്ലാസ്മോഗമി, സെക്കൻഡ് വൺ കാരിയോഗമി, തേർഡ് വൺ മിയോസിസ്. അപ്പൊ എന്താണ് പ്ലാസ്മോഗമി? ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗമീറ്റ്സ് ആർ കോൾഡ് പ്ലാസ്മോഗമി. അതായത് പ്രോട്ടോപ്ലാസം. ഇപ്പൊ ഗമീറ്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചിന്തിക്കുക, 2 ഹൈഫേ ആലോചിക്കുക. 2 ഹൈഫേ ഉണ്ടെങ്കിൽ 2 ഹൈഫയുടെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് പ്ലാസ്മോഗമി. അപ്പൊ ഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 2 പേരിലുമുള്ള ന്യൂക്ലിയസും ഒരുമിച്ച് വരുന്നുണ്ട് അല്ലെ. അപ്പോ കാരിയോ എന്ന് പറഞ്ഞുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. ഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഷൻ. അപ്പോ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇവിടെ സൈറ്റോപ്ലാസം എല്ലാം ഫ്യൂസ് ആയി. നെക്സ്റ്റ് ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ, 2 ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ, അതിന് നമ്മൾ പറയുന്ന പേരാണ് കാരിയോഗമി. അപ്പോൾ ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് മിയോസിസ്. അപ്പോൾ 2n ഫോം ചെയ്തു, 2n ന്യൂക്ലിയസ് ഫോം ചെയ്തു. ഇനി ഇത് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് സ്പോർട്സുകൾ ഫോം ചെയ്യണം. ഇങ്ങനെ 3 സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇനി നമ്മളൊരു എക്സെപ്ഷൻ പഠിക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എന്താണ്? 2 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നു. കാരിയോഗമി എന്നുള്ളൊരു സ്റ്റേജ് പ്ലാസ്മോഗമി കഴിഞ്ഞ ഉടനെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ എസ്കോമൈസീറ്റ്സിലും ബെസിഡിയോമൈറ്റ്സിലും ഒരു ചെറിയൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യുന്നില്ല. കാരിയോഗമി എന്ന് പറഞ്ഞ പ്രോസസ്സ് ആദ്യം നടക്കുന്നില്ല. പകരം അവിടെ ഈ 2 ന്യൂക്ലിയസും 2 ന്യൂക്ലിയസ് ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അതായത് n+n, അതായത് ഈ ഹൈഫയുടെ എന്നും അടുത്ത ഹൈഫയുടെ എന്നും 2 പാരന്റിന്റെ എന്നും ന്യൂക്ലിയസും അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഫേസിന് നമ്മൾ പറയുന്നതാണ് n+n ഫേസ്, അല്ലെങ്കിൽ ഡൈകാരിയോൺ ഫേസ്, അല്ലെങ്കിൽ ഡൈകാരിയോൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 2 ന്യൂക്ലിയസിനെ ക്യാരി ചെയ്യുന്നു. അപ്പോ ഈ ഒരു കണ്ടീഷൻ കാണുന്നത് എസ്കോമൈസിസിലും ബെസിഡിയോമൈസിസിലുമാണ്. ഇത് എൻട്രൻസ് പോയിന്റ് ആണ്, പ്ലസ് നമ്മുടെ ബോർഡ് എക്സാം കൂടി പോയിന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ ഒരു ഫേസ് അവർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പാരന്റ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നു, പിന്നെ അവിടെ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ മിയോട്ടിക് ഡിവിഷൻസ് എല്ലാം നടക്കുന്നത് ഈ ഫ്രൂട്ടിംഗ് ബോഡിക്ക് അകത്ത് വെച്ചിട്ടാണ്. എന്താണ് ഫ്രൂട്ടിംഗ് ബോഡീസ്? ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഉണ്ട്, ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ വിത്ത് ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ. അതായത് മേലെ ഒരു ബൾബ് ഇരിക്കുന്നത് പോലെ ഇരിക്കും, പിന്നെ ഒരു ട്യൂബും ഉണ്ടാവും താഴെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിനകത്ത് വെച്ചിട്ടാണ് മിയോസിസ് നടക്കുന്നത്. ഈ മിയോസിസ് നടന്ന് സ്പോർട്സ് ഉണ്ടായിട്ട് ഈ സ്പോർട്സിനെ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ടിപ്പിൽ വന്നിട്ട് ഇരിക്കും. അത് നമുക്ക് ഇനി പിക്ചറിൽ കാണാൻ കഴിയും. അപ്പൊ ഈ ടിപ്പിലിരിക്കും. അത് കഴിഞ്ഞ ശേഷമാണ് ഈ എയർ കറൻസ് വന്നിട്ട് ഈ സ്പോർട്സിനെ പുറത്തോട്ട് എയറിലൂടെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഇത്രയുമാണ് ഫംഗസിനെ പറ്റിയിട്ട് ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, യു ആർ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.